ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് അക്ബേഴ്സ് ടോമാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. ഇതാണ് നമ്മുടെ അക്ബേഴ്സ് ടോമിൻ്റെ പ്രധാന കവാടം. മെയിൻലി 4 കവാടങ്ങളാണുള്ളത്. അപ്പോൾ ഈ കവാടം കഴിഞ്ഞാണ് നമ്മുടെ അക്ബേഴ്സ് ടോം വരുന്നത്. പ്രധാനമായും വെള്ള മാർബിൾ സമ്പുഷ്ടമായ ആഴത്തിലുള്ള ചുവന്ന മണൽക്കല്ലിൽ നിന്നാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 119 ഏക്കർ ഗ്രൗണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കവാടം കഴിഞ്ഞിട്ട് നമ്മൾ നടന്നു പോകുന്നതാണ്. ഇതാണ് നമ്മുടെ അക്ബർ ടോം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്താണ് അക്ബറിൻ്റെ ശവകുടീരമുള്ളത്. 1605 മുതൽ 1613 കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മകൻ ജഹാംഗീർ പണി കഴിപ്പിച്ച ശവകുടീരമാണ് ഇത്. ഇന്ത്യയിലെ ഉത്തർപ്രദേശിലെ ആഗ്രയിലെ സിക്കന്ദ്രയിൽ സ്ഥിതി ചെയ്യുന്നു. മൂന്നാമത്തെയും ഏറ്റവും വലിയ മുഗൾ ചക്രവർത്തിയായ അക്ബറിൻ്റെ ശവകുടീരമാണ് ഇത്. ഇതാണ് പ്രവേശന കവാടം. ഇതിൻ്റെ അകത്താണ് അക്ബറിൻ്റെ ശവകുടീരമുള്ളത്. നമ്മളിവിടെ പോയപ്പോൾ പണി നടക്കുകയായിരുന്നു. ഇതിൻ്റെ അകത്തൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിറയെ കൊത്തുപണികളാൽ നല്ല മനോഹരമായ ഒരു കെട്ടിടമായിരുന്നു ഇത്. ഈ പോകുന്നതാണ് അക്ബറിൻ്റെ ശവകുടീരം. ഈ ശവകുടീരത്തിൻ്റെ മുകളിലായിട്ട് നല്ല ഹൈറ്റാണ്, നല്ല പൊക്കത്തിലാണ് ഉള്ളത്. അപ്പം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് നല്ലതായിട്ട് കേൾക്കാൻ പറ്റും. ഇതിൻ്റെ അകത്താണെങ്കിൽ വെള്ള വസ്ത്രം ധരിച്ച ഒരാളുണ്ട്. അയാളാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. അതുപോലെ തന്നെ കാണിക്ക വയ്ക്കാൻ പറയുകയും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ അക്ബറിൻ്റെ ടോമിന് മുമ്പിൽ കാണിക്ക വയ്ക്കാവുന്നതാണ്. ഒരു ഗുഹ പോലെയാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്തായിട്ടാണ് അക്ബറിൻ്റെ ടോം. അക്ബറിൻ്റെ ടോമിൻ്റെ മുകളിലായിട്ട് നല്ല ഹൈറ്റ് ഉണ്ട്. ഈ മുറി എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റാണ്. മുകളിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല ഹൈറ്റാണ്. ഇതാണ് അക്ബർ ടോം എന്ന് പറയുന്നത്. ഇതാണെങ്കിൽ നമ്മൾ ഇത് അക്ബറിൻ്റെ ഭാര്യയായ ജോധ അക്ബറിൻ്റെയും അദ്ദേഹത്തിൻ്റെ 2 മക്കളുടെ ശവകുടീരമാണിത്. ഈ അക്ബറിൻ്റെ ടോമിൽ തന്നെ അടുത്തടുത്തായിട്ട് കുറേ, അതായത് വേറെ കവാടങ്ങളിലായിട്ട് കുറേ ശവകുടീരങ്ങളുണ്ട് വേറെ ആൾക്കാരുടെ. അതിലൊന്നാണിത്. ഇതൊരു മുഗൾ ചക്രവർത്തിയുടെ ശവകുടീരമാണ്. ഇത് നമ്മളാണെങ്കിൽ അക്ബർ ടോമിൻ്റെ പുറകുവശത്തോട്ടേക്ക് നടന്ന് നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. നല്ല കൊത്തുപണികളൊക്കെ നല്ല മനോഹരമായി അവർ ചെയ്തിട്ടുണ്ട്. 119 ഏക്കർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നടക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. കാണാനും കുറേ പൂന്തോട്ടവും ഇതിൽ അവർ ചെയ്തിട്ടുണ്ട്. ഹവാ മഹൽ എന്നും ഇത് അറിയപ്പെടുന്നു. ഇതാണ് നമ്മുടെ ബാക്കിലത്തെ ഗേറ്റ് എന്ന് പറയുന്നത്. ഇതാണെങ്കിൽ നമ്മൾ വളരെ പഴക്കം ചെന്നതായതുകൊണ്ട് തന്നെ ഇച്ചിരി പൊട്ടിപ്പൊളിഞ്ഞാണ് ഈ കെട്ടിടം കാണുന്നത്. ഇത് കെട്ടിടത്തിൻ്റെ ബാക്ക് ഭാഗമാണ്. അതിൽ നിന്ന് നമ്മൾ മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഏറ്റവും ഒരു നല്ല പ്ലേസാണ് അക്ബർ ടോം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതാണ് കവാടം പുറത്തേക്ക് പോവേണ്ടത്. ഓക്കെ, ബൈ.